ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സിങ്ങും ബ്യൂട്ടി ടിപ്സും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മിനി മാജിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് റോയൽ ഫോർഡിൻ്റെ 10 പീസ് അടങ്ങുന്ന കാസ്റ്റ് കുക്ക് വെയർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ കുക്ക് വെയർ സെറ്റ് വാങ്ങിയത് ഫുജറയിലുള്ള നെസ്റ്റോയിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 പീസാണ് ലിഡ് അടക്കം വരുന്നത്. അപ്പോൾ ഇതേ സെയിം റോയൽ ഫുഡിൻ്റെ സെയിം സാധനം തന്നെ ഞാൻ ട്രെൻഡിയോളിലും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റമദാനായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു ഓഫറിൽ കണ്ടപ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ട്രെൻഡിയോളിൽ 153 ദിർഹമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നെസ്റ്റോയിൽ 186 ദിർഹമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ 3 ലിഡ് വരുന്നുണ്ട്, അതിൻ്റെ ഹാൻഡിലും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ട്രെൻഡിയോളിൽ നോക്കിയപ്പോൾ 219 ദിർഹമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് കാണുന്നത്. റമദാനായിട്ട് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്ന തുടക്കത്തിൽ അങ്ങനെ വാങ്ങിച്ചതാണ്. കണ്ടിട്ട് കുഴപ്പമില്ലാത്ത കുക്ക് വെയർ സെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ലാത്ത നല്ലൊരു സെറ്റാണിത് കേട്ടോ. മൂന്ന് പോട്ടും അതിനുള്ള ലിഡും അതുപോലെ തന്നെ ഒരു ഫ്രൈ പാനും വരുന്നുണ്ട്. ഇത് ഫ്രൈ പാൻ്റെ ഹാൻഡിലാണ്. അത് ഫ്രൈ പാനിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്ലാസിൻ്റെ ലിഡാണ്, സിലിക്കോൺ വാഷറോട് കൂടിയിട്ടുള്ള ഗ്ലാസിൻ്റെ ലിഡും നല്ലൊരു ഹാൻഡിലും വന്നിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയൊക്കെ ദമ്മിടുമ്പോൾ ഇനി ഫോയിൽ പേപ്പറൊന്നും വെക്കണ്ട, നന്നായിട്ട് തന്നെ ദമ്മായി കിട്ടും. അപ്പോൾ ഇതാണ് റോയൽ ഫുഡിൻ്റെ കാസ്റ്റ് കുക്ക് വെയർ സെറ്റ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രെൻഡിയോളിലും ഓഫറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് റേറ്റിൽ കാണുന്നുണ്ട്. അത് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്ത് ഓഫറിൽ ഉണ്ടാവാറുണ്ട്. നെസ്റ്റോയിലും ഓഫറിൽ ഇട്ടിട്ടുണ്ട്. നല്ലൊരു സെറ്റാണിത്. പിന്നെ ഞങ്ങൾ ഓയിലൊക്കെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 ഗ്ലാസിൻ്റെ ജാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അൺബോക്സിങ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു റോയൽ ഫുഡിൻ്റെ കുക്ക് വെയർ സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. റമദാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ ചാനലിൽ. പ്രത്യേകിച്ചൊന്നുമല്ല, അങ്ങനെ ഫുഡിൻ്റെ വീഡിയോ എന്ന് പറയാൻ മാത്രമൊന്നും ഫുഡ് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. എണ്ണയിൽ വറുത്തിട്ടുള്ള പലഹാരങ്ങളൊന്നും ചെയ്യാറില്ല. പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലല്ലേ വീഡിയോയിൽ ഇടാനൊക്കെ നിങ്ങൾക്കും കാണാൻ ഇഷ്ടം അതല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഇവിടെ കാലാവസ്ഥ മാറിയതുകൊണ്ട് ചെറുതായിട്ട് ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതാ റമദാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗ് വാങ്ങി കഴിഞ്ഞാൽ അത് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. നിങ്ങളും അങ്ങനെയാണോ ചെയ്യാറുള്ളത്? എഗ്ഗ് കഴുകിയതിന് ശേഷമാണോ ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളത്? ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും എഗ്ഗിൽ. അപ്പോൾ നമ്മളത് കഴുകിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ അതിലുള്ള ബാക്ടീരിയ ഒക്കെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളിലേക്കൊക്കെ വരില്ലേ, ഫുഡൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതാ കറിവേപ്പിലയും മല്ലിയിലയും ഇതൊക്കെ ഈ ഒരു ബോക്സ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യലാണ് എൻ്റെ ഒരു ഹോബി. ഇപ്പോൾ കറിവേപ്പില ആദ്യമൊക്കെ ഞങ്ങൾ ഫസ്റ്റ് താമസിച്ചിരുന്ന വീട്ടിൽ കറിവേപ്പില മരമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ്.
നോമ്പിന് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ അച്ചാർ തയ്യാറാക്കാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു അച്ചാറാണ്. ചെറുനാരങ്ങ ഒരു 6 പീസായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഉപ്പും വിനീഗറും ചേർത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് 10 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതാ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു അച്ചാർ പൊടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുത്തു. ഈ അച്ചാർ പൊടി ഇടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് ഇതാ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കാതെ തയ്യാറാക്കുന്ന നല്ലൊരു അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. അപ്പൊ ഈ ഒരു അച്ചാർ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇനി ഇതാ കുറച്ച് ചെറിയ ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇത് റവ കാച്ചുന്നതിലേക്കും അതുപോലെ ജീരകഞ്ഞി ഉണ്ടാക്കുന്നതിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ഉള്ളി വറുത്ത് വെക്കുന്നത്. കുറച്ചധികം തന്നെ ഇതുപോലെ വറുത്തിട്ട് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് നമുക്ക് ഓരോ ടീസ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. റവ കാച്ചുന്നതിലും ജീരകഞ്ഞിയിലേക്കൊക്കെ. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ വറുത്ത് വെക്കാറാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ ചെയ്യുമ്പോൾ ഓരോ ടീസ്പൂണ് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നെങ്കിൽ അത്രയും ഓയിൽ നമ്മളെ ശരീരത്തിലേക്ക് ചെല്ലല്ലേ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് ആ ഓയിലിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളിയും വറുത്തിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിയും ഈസിയാണ്. നമുക്ക് അത്രയും ഹെൽത്തിനും നല്ലതാണ്. ഒരുപാട് ഓയിലും നമ്മളെ ശരീരത്തിൽ നല്ലൊരു ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ചെയ്താണ് വീഡിയോയില് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാം. വീട്ടിലുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അതിനായിട്ട് ഞാനിതാ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതൊരു ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ 2 തവണ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസിൽ നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു ഗ്ലോയും അതുപോലെ നല്ലൊരു സോഫ്റ്റും ഒക്കെ നമുക്ക് ഫേസിൽ കാണാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ടൈം വരെ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം അത് ഡ്രൈ ആയാൽ നല്ല തണുത്ത വെള്ളത്തിൽ അത് വാഷ് ചെയ്തിട്ട് കളയുക. എന്നിട്ട് നമുക്ക് അതിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പാക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കടലമാവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. ഡ്രൈ ആയിട്ട് ഉള്ള സ്കിന്നിനൊക്കെ നല്ലൊരു സോഫ്റ്റും നല്ലൊരു ഗ്ലോയൊക്കെ വരാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഹണിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അത് ഒരു 2-3 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. അത് ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓയിൽ ചേർത്ത് കൊടുക്കണം എന്നില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം.